കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വ്യാപാര സംരക്ഷണ സന്ദേശയാത്രയ്ക്ക് ആറ്റിങ്ങലിൽ സ്വീകരണം നൽകി. എന്നാണ് ഗവൺമെന്റ് തീരുമാനം. പക്ഷേ ഇവിടെ നടക്കുന്നത് അനധികൃതമായിട്ടുള്ള വഴിയോര വ്യാപാരമാണ്. ആ വഴിയോര വ്യാപാരത്തെ, ചെറുകിട വ്യാപാര മേഖലയ്ക്ക് ദോഷകരമായ വഴിയോര വ്യാപാരത്തെ എല്ലാ നിലയിലും നിയന്ത്രിക്കുന്നതിന് വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി സമിതി നടത്തുന്ന ചെറുകിട വ്യാപാര മേഖല നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഫെബ്രുവരി 13 വ്യാപാരികൾ നടത്തുന്ന പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായി സംസ്ഥാന സെക്രട്ടറി ES ബിജു ക്യാപ്റ്റനായി ജനുവരി 13 കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജാഥ 25 തിരുവനന്തപുരത്ത് സമാപിക്കും. ഓൺലൈൻ വ്യാപാരം നിയമം മൂലം നിയന്ത്രിക്കുക, വിലക്കയറ്റം തടയുക, വഴിയോര കച്ചവടം നിയന്ത്രിക്കുക, വാടക കെട്ടിടങ്ങൾക്ക് 18% GST നികുതി ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ തീരുമാനം പിൻവലിക്കുക, വികസനത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് അർഹമായ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പു നൽകുക തുടങ്ങി വ്യാപാര മേഖലകൾ നേരിടുന്ന 14ഓളം വിഷയങ്ങൾ ഉയർത്തിയാണ് ജാഥ പര്യടനം നടത്തുന്നത്. ആറ്റിങ്ങൽ കിഴക്കേ നാലുമുക്കിൽ സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ CPIM ആറ്റിങ്ങൽ ഏരിയ സെക്രട്ടറി M പ്രദീപ് അധ്യക്ഷനായി. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് K അൻസലൻ MLA, ആറ്റിങ്ങൽ MLA OS അംബിക, ജാഥ വൈസ് ക്യാപ്റ്റൻ V ഗോപിനാഥ്, ജാഥ മാനേജർ S ദിനേശ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് V പാപ്പച്ചൻ, ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ആദർശ് ചന്ദ്രൻ, ഏരിയ സെക്രട്ടറി സോമകുമാർ, പ്രസിഡന്റ് ബ്രൗൺ, ട്രഷറർ ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. 150 കോടിയോളം വരുന്ന മനുഷ്യർക്കുള്ള തുല്യാവകാശവും തുല്യനീതിയുമാണ് ഈ ജാഥയിൽ ഞങ്ങൾ ഉന്നയിക്കുന്നത്. ആ നേടിയെടുത്ത സ്വാതന്ത്ര്യവും പരമാധികാരവും സംരക്ഷിക്കണമെന്നതാണ്. ആ ഭരണഘടനാ മൂല്യങ്ങൾ നിലനിർത്തണമെന്നാണ്. മൗലിക അവകാശങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ മുഴുവൻ മനുഷ്യർക്കും തുല്യതയോടുകൂടി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കണമെന്നതാണ് ഈ ജാഥയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്നെ. ഞങ്ങൾ ആരെയും വെല്ലുവിളിക്കാനല്ല. വഴിയോര വ്യാപാരം നിയന്ത്രിക്കണമെന്ന് പറയുമ്പോൾ ആ വഴിയോര വ്യാപാരം നിയന്ത്രിക്കാനുള്ള നിയമം രാജ്യത്തുണ്ട്. ആ നിയമത്തിൽ പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രത്യേക സോണുകളായി ആ വഴിയോരത്ത് വ്യാപാരം നടത്തുന്നവരെ പുനരധിവസിപ്പിക്കണമെന്നാണ് നിയമം. ആ പുനരധിവസിപ്പിക്കാൻ തയ്യാറാവേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഒരു സംശയവും ഞങ്ങൾക്കാർക്കുമില്ല. അതുകൊണ്ട് ഞങ്ങൾ വഴിയോര വ്യാപാരത്തിനെതിരല്ല, വികസനത്തിനെതിരല്ലാത്തതുകൊണ്ടാണ് വികസനാവശ്യങ്ങൾക്ക് വേണ്ടി ഒഴിപ്പിക്കപ്പെടുന്ന കച്ചവടക്കാർക്ക് നഷ്ടപരിഹാരവും പുനരധിവാസവും വേണമെന്ന് പറയുന്നത്. ബീക്കൺ ന്യൂസ്, ആറ്റിങ്ങൽ.